റൊമാൻസ് ഇന്ന് നമ്മൾ സീക്രട്ട് ഏജന്റ് മോഡാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളുണ്ട്, വേറെ വഴിയില്ല, കാറിൽ ഇരുന്ന് വീഡിയോ എടുത്ത് പറ്റുള്ളൂ. എന്തായാലും റൊമാൻസ് കണ്ടിട്ട് എനിക്ക് തോന്നിയതേ, ഫസ്റ്റ് ഹാഫ് ഞാൻ ഒരുപാട് പ്രതീക്ഷ കൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഫസ്റ്റ് ഹാഫ് തീരെ വർക്കായില്ല. ആകെ എനിക്കൊരു സേവിങ് ഗ്രേസ് ആയിട്ട് ഈ സിനിമയെ തോന്നിയത് രണ്ട് പേരാണ്. ഒന്ന് അമൽ ഡേവിസ്, സംഗീത് കിടിലം സംഗീതമാണ് ഈ പടം ഒക്കത്തും തലയിലും വെച്ചുകൊണ്ട് പോണേന്ന് പറയേണ്ടി വരും. അതുപോലെ മഹിമ നമ്പ്യാർ, ഇവർ രണ്ടുപേരുമാണ് എനിക്ക് ഈ സിനിമയിൽ വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയത്. ബാക്കിയുള്ളവരൊക്കെ ഒരു പൊടിക്ക് മുകളിൽ പോയി എന്നുള്ള ഒരു അവസ്ഥ എനിക്ക് ഫീൽ ആയത്, കുറച്ച് ഓവർഡൂ ചെയ്ത പോലെയൊക്കെ. സെക്കൻഡ് ഹാഫിൽ എനിക്ക് അത് തന്നെയാണ് ഫീൽ ആയത്. സെക്കൻഡ് ഹാഫിൽ നമുക്ക് കുറച്ചുകൂടി ചിരിക്കാനുള്ള വകയുണ്ട്. ഷാജോൻ ചേട്ടനായിക്കോട്ടെ, അതുപോലെ തന്നെ അമൽ ഡേവിസ് കിടിലം. സംഗീതമാണ് ഈ സിനിമയിലെ താരം, അത് പറയാതിരിക്കാൻ വയ്യ. സംഗീതം ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ എനിക്ക് എൻജോയബിൾ ആയിട്ട് അവിടെ ഇവിടെയെങ്കിലും ഫീൽ ആയത്. സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചുകൂടി വർക്കായത്. പക്ഷേ ഞാൻ മൊത്തത്തിൽ സിനിമ ഇപ്പം അനലൈസ് ചെയ്ത് ആലോചിച്ച് നോക്കുമ്പോൾ ഉണ്ടല്ല, ഇതൊരു ചെല്ലിയ എൻജോയ് ചെയ്ത് പോരും അങ്ങനത്തെ ഒരു പടമാണ്. പക്ഷേ കാര്യമായിട്ട് എനിക്ക് വർക്ക് ആയിട്ടില്ല. ഇതേ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടം ജോ ആൻഡ് ജോ എനിക്ക് ഇതുപോലെയായിരുന്നു. കാരണം ഞാനായിട്ട് ഒട്ടും റിലേറ്റ് ചെയ്തില്ല ആ സിനിമ. കാരണം എനിക്കൊരു ചേച്ചി ഇല്ലാത്തതുകൊണ്ടും എനിക്ക് സിനിമയിൽ കാണിച്ച കാര്യങ്ങളൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വർക്കായില്ല. കാരണം എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന്. എനിക്ക് അതുകൊണ്ട് ആ സിനിമ ഒട്ടും എൻജോയബിൾ അല്ലായിരുന്നു. ഒരുപാട് പേര് റിലേറ്റ് ചെയ്തവരുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഇത് എനിക്കിങ്ങനെയാണെന്ന് വെച്ചിട്ട് അതൊരു മോശം പടം അങ്ങനെയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതേസമയം ഇതേ ഡയറക്ടറിന്റെ രണ്ടാമത്തെ സിനിമയായിട്ടുള്ള 18+ ഉണ്ടല്ലോ, എന്താണ്, അത് കിടിലം പടമായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. നസ്ലിനും ആ കുട്ടിയൊക്കെ വേറെ ലെവലിൽ അഭിനയിച്ചതായിട്ടുള്ള എനിക്ക് തോന്നിയൊരു പടമായിരുന്നു. നമ്മുടെ ഇരട്ടയിലുള്ള ജോയിച്ചേട്ടൻ്റെ മോളായിട്ട് അഭിനയിക്കുന്ന കൊച്ചുണ്ടല്ലോ, കിടിലം പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ജേർണി ഓഫ് ലവ് 18+, ആ പടം. അതിന്റെ കറക്റ്റ് പേര് എനിക്ക് മനസ്സിൽ പെട്ടെന്ന്, എനിക്ക് 18+ എന്നുള്ള ആ ഒരു സാധനം മാത്രം എൻ്റെ മനസ്സിൽ നിൽക്കുന്നുള്ളു. അമൽ ഡേവിസ് അല്ലെങ്കിൽ അഥവാ നമ്മുടെ സംഗീത് ഈ സിനിമയിൽ ഇല്ലെങ്കിൽ ഈ സിനിമ ഈ രീതിയിൽ പോകുന്ന എനിക്ക് തോന്നാനുള്ള. അതുപോലെ മഹിമ നമ്പ്യാർ വന്ന ഓരോ സീനിലും സൂപ്പറായിരുന്നു. കാണാനുള്ള ഭംഗി മാത്രമല്ല, ആൾ നന്നായിട്ട് അഭിനയിക്കും. അതും ആ ഒരു കാസർഗോഡ് ഭാഷ ഇതിനകത്ത് നല്ല പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഞാൻ ഇന്റർവ്യൂ അങ്ങനെ കാണുന്ന ആളല്ല, പക്ഷെ എന്നാലും എപ്പോഴൊക്കെ എൻ്റെ വൈഫ് മഹിമയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എന്നെ കാണിച്ചു തരും, ഇത് സംസാരിക്കുന്ന കണ്ടാന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര രസമാണ്. അത് ഒരു പ്രത്യേക രസമാണ് കാസർഗോഡുള്ളവർ സംസാരിക്കുന്നത്. എനിക്ക് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമൊക്കെയാണ് എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. തീർച്ചയായിട്ടും ദിസ് ഈസ് ആൻ ഔട്ട് ആൻഡ് ഔട്ട് അമൽ ഡേവിസ് സംഗീത് പ്രതാപ് ഷോ, അതാണ് എനിക്ക് പറയാനുള്ളത്. അർജുൻ എന്നെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ വൈഫിൻ്റെ ഭയങ്കര അടുത്തൊരു സുഹൃത്തും കൂടിയാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ബ്രഹ്മയുഗമൊക്കെ കണ്ടിട്ടാണെന്നുണ്ട് എനിക്ക് അർജുൻ്റെ ഈ അടുത്തുള്ള കുറച്ച് സിനിമകളൊന്നും എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അർജുൻ ഇതൊന്നുമല്ല, ഇതിനൊക്കെ ഒരുപാട് നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ്. പലപ്പോഴും എനിക്ക് ഫീൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അർജുൻ്റെ കഴിവ് ഇതുവരെ മാക്സിമം പുറത്തേക്കൊന്നും വന്നിട്ടില്ല, അത് ഉപയോഗിച്ചിട്ടില്ല മലയാള സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾ പറവ എടുത്ത് നോക്ക്, അല്ലെങ്കിൽ ബ്രഹ്മയുഗം തന്നെ എടുത്തു നോക്ക്, അർജുൻ്റെ അഭിനയം കിടുവായിരുന്നു. അർജുൻ്റെ ഒരുപാട് വേറെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ഇതിനകത്ത് എനിക്ക് അർജുൻ്റെ പെർഫോമൻസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇക്കൊല്ലം ഞാൻ കണ്ട അർജുൻ്റെ മറ്റുള്ള കുറച്ച് സിനിമകളും എനിക്ക് അങ്ങോട്ട് കാര്യമായിട്ട് വർക്കായിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും അർജുന, എടാ എനിക്ക് ഇതിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് നല്ല പുതിയ സിനിമകൾ വരുമ്പോൾ ഞാൻ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നു പറയും. നമ്മൾ അങ്ങനെ ആയിരിക്കണമല്ലോ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണ്ടേ. അതുകൊണ്ട് ഞാൻ അത് ഇവിടെയും അങ്ങനെ തന്നെ പറയുന്നു എന്നുള്ളത്. എന്തായാലും എൻ്റെ മനസ്സിൽ എനിക്ക് അർജുൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ബ്രഹ്മയുഗമാണ്. അപ്പോൾ ഈ സിനിമയിലൊന്നും എനിക്ക് ആ പെർഫോമൻസ് അത്രത്തേക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇതിനകത്ത് എനിക്ക് അർജുൻ്റെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അർജുൻ നല്ല അസലായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള മ്യൂസിക് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ സോങ്ങിൽ അർജുൻ്റെ ഡാൻസ് അത് കിടലായിരുന്നു. നിങ്ങൾ ആ സോങ് വരുമ്പോഴേക്ക് ശ്രദ്ധിച്ച് നോക്കിയോ, എല്ലാവരും ഡാൻസ് കളിക്കണം. അർജുൻ വേറെ ലെവൽ പെടായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഞാൻ അർജുൻ അങ്ങനെ ഡാൻസ് കളിച്ച് അധികം കണ്ടിട്ടില്ല. അപ്പോൾ അർജുൻ ഡാൻസ് കളിച്ചത് അടിപൊളിയായിരുന്നു. സൂപ്പറായിട്ട് ആ ഒരു സോങ്ങിലെ ഡാൻസ് അർജുൻ പെർഫോം ചെയ്തത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഫാമിലി ഓഡിയൻസ് ഒക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് ഫീൽ ആയി. കാരണം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പോപ്കോൺ ഒക്കെ കഴിച്ചിട്ട് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റും, അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ്. ഞാനിപ്പോൾ ഈ എല്ലാ ടൈപ്പ് സിനിമകൾ കാണുന്നതുകൊണ്ട് ചിലപ്പോൾ വളരെ ചൂസ് ചെയ്ത് പോകുന്നതായിരിക്കാം. എന്തായാലും ഇതൊരു എൻജോയ്മെന്റ് പടമാണ്, അത് തീർച്ചയായിട്ടും ഞാൻ പറയും. ഒരിക്കലും ഇത് മോശം പടമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ.
ഇത് എനിക്ക് ഇങ്ങനത്തെ സിനിമകളോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാവാം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അതേസമയം പ്രേമല്ലു എനിക്ക് ഭയങ്കര വർക്കായ സിനിമയാണ്. ഞാൻ 3 തവണ തിയേറ്ററിൽ വന്ന് കണ്ട പടമാണ്. മേ ബി ദിസ് ഈസ് നോട്ട് ജസ്റ്റ് മൈ കപ്പ് ഓഫ് ടീ, അത്രേ ഉള്ളൂ. പക്ഷെ എന്ന് വെച്ചാൽ ഇതൊരു മോശം പടമല്ല. തീരെ എൻജോയ് ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് ഹാഫ് അത്ര എൻജോയ് ചെയ്തില്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ കുറെ സ്ഥലങ്ങളൊക്കെ ഞാൻ എൻജോയ് ചെയ്ത് ഒരുപാട് ചിരിച്ച്. ബേസിക്കലി അമൽ ഡേവിസ് വന്ന എനിക്ക് അമൽ ഡേവിസിന്റെ വാല് വരുള്ളൂ. അതാണ് സംഗീതം. എപ്പോഴൊക്കെ സ്ക്രീനിൽ വരുന്ന സംഗീതത്തിന്റെ ഇങ്ങനെ കുറച്ച് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിരുന്നു. എന്നെ സംബന്ധിച്ചത് ഇത് സംഗീതമാണ് ഈ സിനിമയുടെ താരം, അതുപോലെ മഹിമ നമ്പ്യാറും. അപ്പോൾ എന്തായാലും ഇനി വേറെ 2 സിനിമയോട് കാണാനുണ്ട്. ദാവീദ് കാണാനുണ്ട്, അതുപോലെ തന്നെ പൈങ്കിളിയും കാണാനുണ്ട്. രണ്ടും കണ്ടിട്ട് അഭിപ്രായം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ ബാക്കിയൊക്കെ കൂടെ കാണട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുക. സിനിമ കണ്ടെങ്കിൽ മാത്രം അഭിപ്രായം പറയാം. വെറുതെ ഒരു സിനിമയും താഴ്ത്തി കെട്ടി സംസാരിക്കരുത്. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വളരെ മാന്യതയോടെ പറയാം. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി സിനിമകളെ കൂടെ കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. ബൈ ബൈ.